സുരേഷ് ഗോപിയുടെ സഹോദരനല്ല ഇന്ത്യയിൽ ആര് രണ്ട് തെരഞ്ഞെടുപ്പ് കാർഡ് ഉപയോഗിച്ചാലും ക്രിമിനൽ കുറ്റമാണെന്ന് മന്ത്രി കെ രാജൻ. വിവാദങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തത് ശരിയല്ല. എന്ത് ചോദിച്ചാലും ഞാനൊന്നും മിണ്ടില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും കെ രാജൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സഹോദരൻ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ID കാർഡ് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ID കാർഡ് ആര് വെച്ചാലും അത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ദിവസം ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുള്ള അസ്വാസ്ഥങ്ങളെയും അതിക്രമങ്ങളെയും തെറ്റായ വിധത്തിൽ വോട്ട് ചേർത്തതിനെയും സംബന്ധിച്ച് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള KP രാജേന്ദ്രൻ തന്നെ പരാതി കൊടുത്തതാണ്. സൂക്ഷ്മതലത്തിൽ അന്വേഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഏതെങ്കിലും വിധത്തിൽ അതിക്രമം ഉള്ള നടപടികൾ, തെറ്റായ നടപടികൾ എടുത്താൽ ക്രിമിനൽ ഒഫൻസാണത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ ജനാധിപത്യത്തെ ഏതെങ്കിലും വിധത്തിൽ കേവലമായിട്ടുള്ള ഇത്തരം തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകുന്നത് ഒരു ഭൂഷണമായിരിക്കില്ല. അത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും നടപടി എടുക്കേണ്ടതുമാണ്. അവിടെ അന്ന് മത്സരിച്ച സുനിൽകുമാർ തന്നെ പറയുന്ന കാര്യം, അന്ന് പരാതി കളക്ടറുടെ അടുത്ത് അറിയിച്ചിട്ട് പോലും അത് കൃത്യമായി അത് പരിഗണിച്ചില്ല. അത് തള്ളിക്കളയുന്ന രീതിയിലൊരു നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ളവർക്കെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിനൊരു ആശങ്കയും സംശയവും ഇല്ല. ഇവിടെ ഇലക്ഷൻ ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, എന്താണ് മന്ത്രി കെ രാജൻ പറയുന്നത്? തൃശ്ശൂരിൽ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ റവന്യൂ വകുപ്പിനെതിരെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനെല്ലാം കൃത്യമായ ഒരു മറുപടിയാണ് റവന്യൂ മന്ത്രി തന്നെ നൽകുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ചുമതല എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴും സർക്കാരിന് കൃത്യമായി ഇടപെടാൻ കഴിയാതിരുന്നത്. കാര്യം സുനിൽകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് അത് കൃത്യമായി പരിഗണിച്ചില്ല, അത് തിരസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സ്വീകരിച്ചതെന്ന്. അതിലായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മായി ബന്ധപ്പെട്ട ഇരട്ടവട്ടം, അതായത് സഹോദരനും ഒപ്പം തന്നെ സഹോദരന്റെ ഭാര്യയ്ക്കും തൃശ്ശൂരിലും കൊല്ലത്തും വോട്ടുണ്ട്. വോട്ട് മാത്രമല്ല, ഇരട്ട തെരഞ്ഞെടുപ്പ് ID ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന ഇതാണ്, സുരേഷ് ഗോപിയുടെ സഹോദരനല്ല ആരിത്തരത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പ് കാർഡ് ഉപയോഗിച്ചാലും അത് ക്രിമിനൽ കുറ്റമാണ്. അത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. ഇതിലൊരു പ്രതികരണം നടത്തേണ്ടുന്ന സുരേഷ് ഗോപി ഇതുവരെയും വാ തുറന്നിട്ടില്ല. എന്ത് ചോദിച്ചാലും ഞാനൊന്നും മിണ്ടില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അതുപോലെയുള്ള ആളുകൾക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന തുടങ്ങിയ പ്രതികരണമാണ് മന്ത്രി കെ രാജൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കേരള മന്ത്രിസഭയിലെ രണ്ടാമനാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹമാണ് പറയുന്നത് തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിയത് ക്രിമിനൽ കുറ്റമാണെന്ന്. പോലീസാകട്ടെ ഇപ്പോഴും ഈ പുറത്തുനിന്ന വിവരങ്ങളിൽ പ്രാഥമികാന്വേഷണം നടത്തുന്നു, നിയമോപദേശം തേടുന്നു. പോലീസ് കേസെടുക്കുമോ എന്നുള്ളതാണ് ഈ വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.